നോമ്പ് വെച്ചിട്ടും തട്ടിപ്പ് നടത്തുന്നവർ, നോമ്പ് വെച്ചിട്ടും നുണ പറയുന്നവർ, നോമ്പ് വെച്ചിട്ടും പരദൂഷണം പറയുന്നവർ, നോമ്പ് വെച്ചിട്ടും അപവാദം പറയുന്നവർ, നോമ്പ് വെച്ചിട്ടും ആരാൻ്റെ പണം അപഹരിക്കുന്നവർ, അവർ നോമ്പ് വെച്ചിട്ടില്ല എന്ന് പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അവർ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ടോ? അവർ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ചവർ പലരും ധാരാളം പേരുണ്ടാവാം. പക്ഷേ അവരും നോമ്പിൻ്റെ പേരിൽ എന്തെങ്കിലും കൂലി കിട്ടുന്ന നോമ്പിലല്ല, തഖ്വ ഉളവാക്കുന്ന നോമ്പിലല്ല. ഒമൻ കാന മരീളൻ അവ്വല സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. രോഗിയോ യാത്രയിലോ ആണെങ്കിൽ മറ്റു ചില ദിവസങ്ങളിൽ മാറിയെടുത്തിട്ടായാലും ശരി, ഒരു 30 ദിവസം ഈ അന്നഭോഗ പാനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന പരിപാടിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരിക്കലും ഒഴിവാകാൻ പറ്റില്ല. ഒഴിവായാൽ നിങ്ങളുടെ അടുത്ത 11 മാസം നഷ്ടപ്പെട്ടു മൃഗതുല്യമായി. വൃക്ഷങ്ങൾ ഇല പൊഴിച്ചു നിൽക്കുന്ന ചില പ്രത്യേക സീസണുകൾ കാണാം. എന്താണ് അതിലൂടെ സംഭവിക്കുന്നത്? ഇലയിലൂടെ പ്രകാശ സംശ്ലേഷണത്തിലൂടെ അന്നം കഴിക്കുന്ന ഇലകൾ അതിൻ്റെ ഉദരം തന്നെ മാറ്റിവെക്കുകയാണ്. അതില്ലെങ്കിൽ അതിന് അന്നമില്ല. ആ ഇലകളെ തന്നെ പൊഴിക്കുമ്പോൾ ഉദരം തന്നെ കൊഴിച്ചു മാറ്റിക്കൊണ്ട് വൃക്ഷങ്ങൾ ഇല പൊഴിച്ചു നിൽക്കുമ്പോൾ എന്താണ് അതിലൂടെ ലഭിക്കുന്നത്? കണ്ടാൽ ഒരു തളർച്ചയാ. പക്ഷേ അടുത്ത സീസണിന് വേണ്ടിയിട്ട് കരുത്തുറ്റ നാമ്പുകൾക്ക് വേണ്ടിയിട്ട് ഇല പൊഴിക്കുകയാണവ. പ്രകൃതി ശാസ്ത്രജ്ഞന്മാർ നമ്മളോട് പറഞ്ഞു തരുന്നു, അള്ളാഹു പറയുന്നു, അതുപോലെ നിങ്ങളൊന്ന് തളരുന്നു പ്രത്യക്ഷത്തിൽ, ശരീരത്തിൽ. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. ഇത് നിങ്ങൾക്ക് തളർച്ചയല്ല, വളർച്ചയാണ്. ഉലമാ